ഓൾ ദി ബെസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞാൽ അത് വെറും വാക്കായി പോകും. കാരണം ഇനി അങ്ങോട്ട് നിങ്ങളുടെ കഷ്ടകാലമാണ്. നോക്ക് നിധി, ഇന്ന് എന്റെ ബർത്ത്ഡേ, അതിഥികളുണ്ട്. ഞാനൊരു നല്ല മൂടി നിൽക്കുക. വെറുതെ അതിനെ സ്പോയിൽ ചെയ്യിക്കണ്ട. പോവാൻ നോക്കും. ഞാൻ ഇപ്പൊ വരെ നിന്നെ ഡീൽ ചെയ്തത് മര്യാദയുടെ ഭാഷയിലാണ്. ജ്യോതി ഇങ്ങോട്ട് വരൂ. ഇപ്പോ അറിയാലോ, പിന്നെ ഈ സംസാരത്തിന്റെ രീതിയും ഭാവവും ഒക്കെ അങ്ങ് മാറും. കഴുത്തി പിടിച്ച് പുറത്തുള്ളവള്. അതിനു മുന്നേ ഇറങ്ങി പോവാൻ നോക്കും. വന്ന ജോലി പൂർത്തിയാക്കാതെ എനിക്ക് പോവാനാവില്ലല്ലോ CKC. എന്തായാലും CKCക്ക് തരാനായിട്ട് ഞാനൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്ക്. എനിക്ക് നിന്റെ ഗിഫ്റ്റും വേണ്ട, ഒരു കുന്തവും വേണ്ട. ഇറങ്ങി പോവാൻ നോക്ക് നീ. ഷടാ, വന്നു കയറുന്ന മഹാലക്ഷ്മിയെ പുറം കാലുകൊണ്ട് ചവിട്ടി തെറിപ്പിക്കല്ലേ. ദേ, ഈ ഗിഫ്റ്റ് വാങ്ങൂ. എന്നിട്ട് ഇതൊന്ന് തുറന്നു നോക്ക്. പിന്നെ ഒരു കാര്യം ഉറപ്പാ, CKC എന്നെ പോകാനേ സമ്മതിക്കില്ല. സത്യമായിട്ടും. അത്രയ്ക്കും വിലപ്പെട്ട ഒരു ഗിഫ്റ്റാണിത്. ഈ ചെറിയ ബോക്സിനുള്ളിൽ നീ എന്ത് കനപ്പെട്ട സമ്മാനമാണോ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഗോൾഡോ അതോ ഡയമണ്ടോ? ഇതേ അതൊക്കെ മേലെ. പിടിക്ക. 1000 പിറന്നാൾ ആശംസകൾ. ഒന്ന് തുറന്നു നോക്ക് CKC. ഏതോ ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങിക്കൊണ്ട് തന്നിട്ട് വിലപ്പെട്ട സമ്മാനമാണെന്ന് പറയാൻ നിനക്ക് നാണം തോന്നുന്നില്ലേ? ഫോൺ ഒരു പക്ഷെ പഴയതായിരിക്കും, പക്ഷേ അതിലൊരു കിടിലൻ സബ്ജക്റ്റ് ഉണ്ട്. അതിനാണ് CKC വില. എന്തൊക്കെയാ നീ വിളിച്ചു പറയുന്നത്? ഞാൻ വിളിച്ചു പറയുന്നതൊന്നും വെറും വാക്കല്ല. പക്ഷേ ഇതിനുള്ളിൽ CKC പറഞ്ഞ കുറെ വാക്കുകളുണ്ട്. ഇനി തന്നെ ഞാൻ കാണിച്ചു തരാം. അതെ, ഒരല്പം മൂല്യം കുറച്ചു വെച്ചേക്കാം. അല്ലെങ്കിലേ ഗസ്റ്റുകൾ മുഴുവനും കേൾക്കും. ഞാൻ തന്നെയാണ് പ്രണവിനെ തട്ടിക്കൊണ്ടു പോകാനുള്ള കഥ മെനഞ്ഞതും തന്ത്രമുണ്ടാക്കിയതും നടപ്പിലാക്കിയതും. ഞാൻ തന്നെ ആളിനെ വെച്ച് പ്രണവിനെ പിടിച്ചുകൊണ്ടുപോയി പൂട്ടിയിട്ടിട്ട് നിയമത്തിന്റെ മുന്നിലും പ്രണവിന്റെ മുന്നിലും ഗൗതമിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊടുത്തു. എന്തായി സംഭവിച്ചേക്കുന്നേ? മാടൻകാവ് ശിവപാർവതി ക്ഷേത്രത്തിന്റെ തൃക്കൊടിയേറ്റിന് വിശിഷ്ട അതിഥിയായി വന്ന നിങ്ങളുടെ മുൻപിലേക്ക് ഒരു കൂളിംഗ് ഗ്ലാസും വെച്ച് ഞാൻ വന്നപ്പോ എന്റെ മുന്നിൽ നിന്ന് ഉശിരനൊരു കഥാപ്രസംഗം നടത്തിയതിന്റെ വീഡിയോ രൂപമാണിത്. ചെയ്തു കൂട്ടിയ കാര്യങ്ങളുടെ മുഴുവൻ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പ്രഭാഷണം. അതും CKC സ്വന്തം നാവുകൊണ്ട് തന്നെ തന്നിരിക്കുന്നു. ആ കൂളിംഗ് ഗ്ലാസ് ചതിച്ചാശാനെ. വൃത്തികേടാ നീ കാണിച്ചത്. സത്യം. നിങ്ങൾ കാണിച്ച ഈ വൃത്തികേടുകൾ മുഴുവൻ ഒളിക്യാമറ വെച്ച് പകർത്തിയതും ഒരു തരത്തിൽ നോക്കിയ വൃത്തികേട് തന്നെയാണ്. നിങ്ങൾ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? ക്രിമിനൽ പണികൾ നിങ്ങൾക്ക് മാത്രമേ അറിയൂ എന്നാണോ? അതിന്റെ അത്രയും എനിക്കില്ലെങ്കിലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ എനിക്കും അറിയാം കേട്ടോ.